Good morning, my dear students. Today, our topic banking and insurance, the relationship between banker and customer. In the previous class, banker and customer relationship. Then it may be classified into two: general relationship and special relationship. General relationship, three points are conveyed. Then first one is general relationship, debtor and creditor relationship. Then trustee and beneficiary relationship, and third point is principal and agent relationship. Three points are general relationship in the then next topic special relationship between banker and customer. Banker and customer തമ്മിലുള്ള special relationship ഏതൊക്കെയാണ്? അത് രണ്ട് പോയിന്റ്സ് ആണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ, ഒരു ബാങ്കറുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഒബ്ലിഗേഷൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് എ ബാങ്കർ. അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എടുത്തു. ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കറിലെ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻസ്, അതായത് ഒരു കടപ്പാട് ആർക്കുണ്ട്, ബാങ്കർക്കുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റ് സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, അപ്ലിക്കബിലിറ്റി ഓഫ് ഫണ്ട്സ്, അതായത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ചെക്ക് ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ദെൻ തേർഡ് വൺ ഈസ് ബാങ്കർ ഡ്യൂലി റിക്വയർഡ് ടു പേ, അതേപോലെ തന്നെ പ്രസൻറ്റഡ് വിത്ത് എ റീസണബിൾ ടൈം, നോ ഗാർണിഷ് ഓർഡർ ഓർ അറ്റാച്ച്മെൻറ്റ് ഓർഡർ, യാതൊരു കാരണവശാലും ഒരു ഗാർണിഷ് ഓർ കോർട്ട് ഓർഡർ ഒന്നും തന്നെ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കറിലെ ഒബ്ലിഗേഷൻ ടു ഹോണർ ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. സെക്കൻഡ് പാർട്ട് ഈസ് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ബാങ്കർക്കുണ്ട്. അവിടെ അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്. അതാണ് എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ പറയും ഒരു കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു കസ്റ്റമറുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒരു കാരണവശാലും ബാങ്കർ അത് റിവീൽ ചെയ്യാനായിട്ട് പാടില്ല, മറ്റൊരാളോട് തുറന്ന് പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് ബാങ്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒബ്ലിഗേഷനാണ്. ഇവിടെ ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേറ്ററി ഫോർ ദ ബാങ്കർ നോട്ട് ടു ഡിസ്ക്ലോസ് ദ പൊസിഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ടു തേർഡ് പാർട്ടി. If it is disclosed, it may affect the customer's reputation and may also incur losses. This obligation continues even after the customer has closed his account with the banker. അതിൽ പറയുന്നത് ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ ദ ബാങ്കർ നോട്ട് ടു ഡിസ്ക്ലോസ് ദ പൊസിഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ടു എ തേർഡ് പാർട്ടി. അതായത് ബാങ്കർക്ക് ഒരു കാരണവശാലും ആരോട് പറയാനായിട്ട് പാടില്ല, ഒരു തേർഡ് പാർട്ടിയോടോ മറ്റൊരാളോട് ഒരു കസ്റ്റമറുടെയും ബാങ്ക് ഡീറ്റെയിൽസ് പറയാനായിട്ട് പാടില്ല. ഇറ്റ് മേ അഫക്ട് ദ കസ്റ്റമേഴ്സ് റെപ്യൂട്ടേഷൻ ആൻഡ് മേ ഓൾസോ ഇൻകർ ലോസസ്. അത് പലപ്പോഴും കസ്റ്റമറുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും, പലതരത്തിലെ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദിസ് ഒബ്ലിഗേഷൻ കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ദി കസ്റ്റമർ ഹാസ് ഡിസ്ക്ലോസ്ഡ് ഹിസ് അക്കൗണ്ട് വിത്ത് ദ ബാങ്കർ. Then അവിടെ this obligation continues even after the customer has closed his account with the banker. ബാങ്കറുമായിട്ടുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെ ഒരു കാരണവശാലും ബാങ്കർ എന്ത് പറയാനായിട്ട് പാടില്ല, ആ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റൊരാളോട് തുറന്ന് പറയാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ ഒരു ഒബ്ലിഗേഷൻ വരുന്നത് എങ്ങനെയാണ്? ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സീക്രറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വൺ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ചെക്കുകൾ ഒബ്ലിഗേഷൻ ടു ഹോണർ ദ ചെക്സ്, ഒരു കസ്റ്റമറുടെ ചെക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ബാങ്കർക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റിലെ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ട്സിൻ്റെ സീക്രസി റിവീൽ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്ന പോയിന്റാണ് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഇനി however in the following situation the banker may ignore the above rules. അത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സിറ്റുവേഷൻസിൽ ബാങ്കർക്ക് ആ ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും, തുറന്ന് പറയേണ്ടതായിട്ട് വരും. തന്നെ ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻസിൽ ഫസ്റ്റ് വൺ വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് എ ലീഗൽ നെസസിറ്റി. ചിലപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുക, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുറന്ന് പറയുക എന്ന് പറയുന്നത് ഒരു ലീഗൽ നെസസിറ്റി ആയിട്ട് മാറാം. നിയമപരമായിട്ട് ആ വ്യക്തിയുടെ ആ കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ സച്ച് ഡിസ്ക്ലോഷർ ഈസ് എ ലീഗൽ നെസസിറ്റി ആവാം.
സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് എ പെർമിസിബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് പ്രാക്ടീസസ്. അത് വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് പെർമിസിബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് പ്രാക്ടീസസ്. ബാങ്കിങ് പ്രാക്ടീസസ് മൂലം ചിലപ്പോൾ അത് എന്താവാം, അതിന് അങ്ങനെ റിവീൽ ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ തേർഡ് പോയിന്റ് വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് എ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യത്തെ മാനിച്ചുകൊണ്ട് പലപ്പോഴും അത് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ബാങ്കർ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഒരു കസ്റ്റമറുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റൊരാളോട് തുറന്ന് പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ് അവിടെ ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് ഇൻഡിവിജ്വൽസ്, ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുറന്ന് പറയാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ്. ദെൻ അതിൽ ചില സിറ്റുവേഷൻസിൽ ഇതിനെ മറികടന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെ അവിടെ ഫസ്റ്റ് പോയിന്റ് അതാണ്, വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് എ ലീഗൽ നെസസിറ്റി. ചില നിയമപരമായിട്ടുള്ള ഇടപാടുകളൊക്കെ വരുന്ന പക്ഷം അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുറന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ സിറ്റുവേഷൻ എന്ന് നോക്കാം. ദ ബാങ്കർ ഈസ് സ്റ്റാറ്റ്യൂട്ടറിലി ലയബിൾ ടു ഡിസ്ക്ലോസ് ദ ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട് ഓഫ് എ കസ്റ്റമർ വെൻ ദ ലോ സ്പെസിഫിക്കലി റിക്വയർസ് ഹിം ടു. സം സിറ്റുവേഷൻ ബാങ്കർ ഈസ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു ഡിസ്ക്ലോസ് ദ പൊസിഷൻ ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. ചില സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് വരുന്ന പക്ഷം ബാങ്കർക്ക് തീർച്ചയായിട്ടും എന്ത് പറഞ്ഞിരിക്കണം, ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ദെൻ വാട്ട് ആർ ദി സിറ്റുവേഷൻ, ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഫസ്റ്റ് വൺ ഈസ് the Income Tax Act 1961. Second one is under the Companies Act 1956. Third point is under an order of the court. Under an order of the court. And fourth point is under RBI Act 1934. Under the Banking Regulation Act 1949. Under Criminal Procedure Code. Under the Foreign Exchange Regulation Act FERA 1973 and under the Industrial Development Bank of India Act 1964. ഇത്തരം സിറ്റുവേഷനിൽ ബാങ്കർക്ക് എന്ത് ചെയ്യേണ്ടതാണ്, ബാങ്കർ പലപ്പോഴും ഇത് റിവീൽ ചെയ്യുന്നതാണ്. അതായത് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ലീഗൽ നെസസിറ്റിയാണ്. ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ് ഇതിനെക്കുറിച്ചും, അതേപോലെ തന്നെ വളരെ ദി സർക്കംസ്റ്റാൻസസ് ദ ബാങ്കർ മേ ഇഗ്നോർ ദിസ് റൂൾ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ബാങ്കർ ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് പറയാൻ പറ്റുക. ഇൻകം ടാക്സ് ആക്ട് 1961, കമ്പനീസ് ആക്ട് 1956, അതുപോലെ തന്നെ കോർട്ട് ഓർഡർ, റിസർവ് ബാങ്ക്സ് ആക്ട് 1934, RBI ആക്ട് 1934, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് under the FEMA Foreign Exchange Regulatory Act 1973 and Industrial Development Bank of India Act 1964. ഇത്തരം സിറ്റുവേഷനിൽ ഇത്രയും എന്താ പറയുക സിറ്റുവേഷൻസിൽ ഇത്രയും ആക്റ്റുകളുടെ ഫലത്തിൽ പലപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ബാങ്കർക്ക് അത് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷനും അതെങ്ങനെയാണെന്ന് നോക്കാം. അവിടെ അക്കൗണ്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് മാറ്റിവെച്ചിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് എപ്പോഴാണ് ലീഗലായിട്ട് ബാങ്കർ റെസ്പോൺസിബിൾ ആവുക. എന്തായാലും അവിടെ ഫസ്റ്റ് പോയിന്റ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961, sometimes banker may ask to furnish information regarding a customer by income tax authorities for assessment or other purposes. Then according to section 31 of the Income Tax Act, income tax authorities possess the same power as vested in court and civil procedure 1908 for enforcing the attendance of any person including any officer of banking company. Income Tax Act 1961 പ്രകാരം അവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബാങ്കർ റെസ്പോൺസിബിൾ ആവും ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോർ അസസ്മെൻറ്റ് ഓർ അതർ പർപ്പസസ്. ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ നിർദ്ദേശപ്രകാരം ബാങ്കറോട് ആവശ്യപ്പെടുന്ന പക്ഷം ബാങ്കർക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇൻകം ടാക്സ് അതോറിറ്റീസ് മേ റിക്വയർ ആൻ ഓഫീസർ ഓഫ് ദ ബാങ്കിങ് കമ്പനി ടു ഫർണിഷ് ഇൻഫർമേഷൻ ഇൻ റിലേഷൻ ടു സച്ച് മാറ്റേഴ്സ് ആസ് ദി ഇൻകം ടാക്സ് അതോറിറ്റീസ് വിൽ ബി യൂസ്ഫുൾ ഫോർ എ റിലവൻറ്റ് ആൻഡ് പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട്. Under section 285, banks are required to furnish the above income tax officers the name and address of the person to whom they have paid interest exceeding a certain amount, mentioning the actual amount of interest paid by them. അതായത് under section 285 section 285 പ്രകാരം ഇൻകം ടാക്സ് പ്രകാരം അയാളുടെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്നും അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്നും എത്രമാത്രം ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് അതോറിറ്റീസിന്
കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതോറിറ്റീസ് ആവശ്യപ്പെടുന്ന പക്ഷം അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ജനറൽ കേസിൽ എന്ത് വരില്ല? ജനറൽ കേസിൽ അക്കൗണ്ട്സിൻ്റെ സീക്രസി വെളിപ്പെടുത്തേണ്ടതില്ല. എങ്കിൽ കൂടെ ഇത്തരം സിറ്റുവേഷൻസിൽ സീക്രസി വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956, 1956 കമ്പനീസ് ആക്ട് പ്രകാരം പലപ്പോഴും ബാങ്കർ എന്തിന് റെസ്പോൺസിബിൾ ആവും? ഇത് റിവീൽ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആവും. അണ്ടർ സെക്ഷൻ 235 ഓർ 237 ഓഫ് ദ കമ്പനീസ് ആക്ട്, it is duty of the banker of the company to present all books and accounts relating to the affairs of the company when an investigation is ordered and an inspector is appointed under the above section. അതായത് സെക്ഷൻ 235 or 237 of the Companies Act 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബാങ്കർ ഓഫ് ദ കമ്പനി ടു പ്രസൻറ്റ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ദ അഫെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതുണ്ട്. ദെൻ അത്തരം സിറ്റുവേഷനിൽ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, കമ്പനീസ് ആക്ട് പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്പെക്ടറെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ബാങ്കർ എന്ത് ചെയ്യേണ്ടി വരും? കമ്പനി ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതായിട്ട് വരാം. ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓർഡർ ആൻഡ് അണ്ടർ ആൻഡ് ഓർഡർ ഓഫ് ദ കോർട്ട്. ഇനി കോടതിയുടെ ഓർഡർ പ്രകാരം എന്ന് പറയുന്നത് വെൻ ദ കോർട്ട് ഓർഡേഴ്സ് ദ ബാങ്കർ ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കസ്റ്റമേഴ്സ് അക്കൗണ്ട് ആൻഡ് ബാങ്കർ ഈസ് ലയബിൾ ടു ഡു സോ. ഇവിടെ പറയുന്നത് വെൻ ദ കോർട്ട് ഓർഡേഴ്സ് ദ ബാങ്കർ ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു കസ്റ്റമർ, അതായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടിൻ്റെ ഓർഡർ മൂലം ആ കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയാനായിട്ട് ആവശ്യപ്പെടുന്ന പക്ഷം അവിടെ പറയുന്നത് when a court order in order to avoid inconvenience likely to cause the bankers from attending the courts and producing their account books as evidence. The Bankers Books Evidence Act 1891 provides that the certified copy of the entries in the Bankers book are to be treated as a sufficient evidence. അതായത് കോർട്ട് ഓർഡർ പ്രകാരം ശരിക്കും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു സഫിഷ്യൻറ്റ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പക്ഷത്തിൽ ഇഫ് എ ബാങ്കർ ഈസ് നോട്ട് എ പാർട്ടി ടു സ്യൂട്ട് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് വിൽ ബി സഫിഷ്യൻറ്റ് എവിഡൻസ്. അത്തരം സിറ്റുവേഷനിലും അത് റിവീൽ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് അണ്ടർ RBI ആക്ട്. RBI Act 1934 according to section 45 of the RBI Act, every banking company in India is under the statutory obligation to furnish such a credit information as the RBI may require. അവിടെ according to section 45 of the RBI Act പ്രകാരം RBI ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം എവറി ബാങ്കിങ് കമ്പനി ഇൻ ഇന്ത്യ ഈസ് അണ്ടർ ദി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു ഫർണിഷ് സച്ച് എ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ആസ് ദ RBI മേ റിക്വയർ. RBI ആവശ്യപ്പെടുന്ന പക്ഷം ഓരോ ബാങ്കുകളും അവരുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ്റെ ഡീറ്റെയിൽസ് RBIയിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. However, the Act provides that credit information furnished by the banking companies shall be kept confidential. പക്ഷേ ഈ ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ബൈ ദ ബാങ്കിങ് കമ്പനീസ് ഷാൾ ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ബിസൈഡ്സ് ഇസ് എ പാർട്ട് ദ RBI ഡയറക്റ്റീവ്സ് the banks have to keep exchanging information about defaulting borrowers. List of defaulting borrowers above a certain amount will be circulated in information of banks and other financial institutions. അവിടെ പറയുന്നുണ്ട് as per the RBI directives the banks have to keep exchanging information about defaulting borrowers. അവിടെ പറയുന്നുണ്ട് അതായത് RBI ആക്ട് പ്രകാരം 45 ആക്ട് പ്രകാരം എന്ത് പറയുന്നുണ്ട്, RBIയിൽ ഫർണിഷ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് RBIയിൽ സബ്മിറ്റ് ചെയ്യുകയും അത് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് കൂടെ അതിൻ്റെ പിറകെ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അണ്ടർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അണ്ടർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 26 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 every banking company is required to submit to RBI annually of such an accounts which have not been operated upon for 10 years. The return should also state the amount standing to the credit of such a account. Banking Regulation Act പ്രകാരം according to section 26 of the
the Banking Regulation Act 1949, every banking company is required to submit to RBI annually of such accounts which have not been operated open at 10 years. 10 വർഷങ്ങളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് RBIയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദ റിട്ടേൺ ഷുഡ് ഓൾസോ സ്റ്റേറ്റ് ദ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഈച്ച് അക്കൗണ്ട്. അതിൽ തന്നെ എത്രമാത്രം അതിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ്, ഓപ്പറേറ്റ് ചെയ്യാത്ത അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് അണ്ടർ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അണ്ടർ സെക്ഷൻ 94(3) ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, a banker may be required by the police authorities to produce books of account before them for their investigation. Besides, they may examine the bank's books of account as part of their investigation. ഇവിടെ പറയുന്നത് അണ്ടർ ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് പ്രകാരം ബാങ്കർ മേ റിക്വയർഡ് ബൈ ദ പോലീസ് അതോറിറ്റീസ് ടു പ്രൊഡ്യൂസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിഫോർ ദം ഫോർ ദെയർ ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് അതോറിറ്റീസിൻ്റെ അടുത്ത് പലപ്പോഴും അത്തരത്തിൽ പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ബിസൈഡ്സ് ദേ മേ എക്സാമിൻ ദ ബാങ്ക്സ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് പാർട്ട് ഓഫ് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ബുക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ വിവരങ്ങളെക്കുറിച്ച് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. The next one is under Foreign Exchange Regulation Act, that is FERA Act 1973. Foreign Exchange Regulation Act, FERA Act 1973. The officers of the Directorate of Enforcement and RBI may inspect the books of accounts and other documents of those banks which have been authorized by the RBI to deal in a foreign exchange. ആ പറയുന്ന പോയിന്റിൽ the officers of the Directorate of Enforcement and RBI India may inspect the books of accounts and other documents of those banks which have been authorized by the RBI to deal in a foreign exchange. ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സിനെ RBIയും അതേപോലെ തന്നെ ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെൻറ്റിൻ്റെയും നിർദ്ദേശപ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിവീൽ ചെയ്യുക അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. Then last point is under the Industrial Development Bank of India Act 1964. According to section 29 subsection 1A of the above act, the Industrial Development Bank of India can furnish on demand on such credit information to or from other financial institutions including banks as it may consider necessary for the efficient performance of functions. പലപ്പോഴും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവിടെ എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഫർണിഷ് ഓൺ ഡിമാൻഡ് സച്ച് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ടു ഓർ ഫ്രം അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് ബാങ്ക്സ് ആസ് ഇറ്റ് മേ കൺസിഡർ നെസസറി ഫോർ ദ എഫിഷ്യൻറ്റ് പെർഫോമൻസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. ഓരോ ബാങ്കുകളുടെയും പെർഫോമൻസിൻ്റെയും അത് ഫംഗ്ഷനിങ്ങിനൊക്കെ ആവശ്യമായിട്ട് പരസ്പരം മറ്റു ബാങ്കുകളുടെ ഇൻഫർമേഷൻസൊക്കെ അങ്ങോട്ട് റിവീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ശരിക്കും അക്കൗണ്ടിൻ്റെ ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് സീക്രസി ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ബാങ്കറുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ലിഗേഷനാണ്. എന്നിരുന്നാലും ചില സിറ്റുവേഷൻസിൽ ബാങ്കർക്ക് ചിലപ്പോൾ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ചില സിറ്റുവേഷൻസ് ഏതൊക്കെയാവാം? ദെൻ അവിടെ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 ആവാം, ഇൻകം ടാക്സ് ആക്ട് 1961, അണ്ടർ ദി കമ്പനീസ് ആക്ട് 1956, under an order of the court order പ്രകാരമായിരിക്കാം, അണ്ടർ ദി കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കാം, അണ്ടർ RBI ആക്ട് 1934, അണ്ടർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അണ്ടർ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് under the Foreign Exchange Regulation Act 1973, under the Industrial Development Bank of India Act 1964. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ബാങ്കർക്ക് ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാവുന്നതാണ്? റിവീൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ശരിക്കും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താ? ബാങ്കറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അതിന് മുൻപ് പറഞ്ഞ എന്താ? ഒബ്ലിഗേഷൻ ടു ഹോണർ, ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. രണ്ടാമത് പറയുന്നത് ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ അവിടെ അക്കൗണ്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലാത്ത പക്ഷം 3 സിറ്റുവേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ 3 സിറ്റുവേഷനിൽ ഫസ്റ്റ് വൺ സച്ച് ഡിസ്ക്ലോസ് ഈസ് എ ലീഗൽ നെസസിറ്റി. നിയമപരമായിട്ട് ആവശ്യപ്പെടുന്ന പക്ഷം കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. നിയമപരമായിട്ട് ആവശ്യപ്പെടുന്ന പക്ഷം എന്ന് പറയുമ്പോൾ ഡിസ്ക്ലോസ് ഈസ് എ ലീഗൽ നെസസിറ്റി. ഡിസ്ക്ലോസ് ചെയ്യുന്നത് ലീഗലായിട്ട് അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ആക്റ്റുകൾ: ഇൻകം ടാക്സ് ആക്ട്, കമ്പനീസ് ആക്ട്, ക്രിമിനൽ ദെൻ അണ്ടർ ദി ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, IDBI ആക്ട്, RBI ആക്ട്, അതേപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അണ്ടർ ദി കോർട്ട് ഓർഡർ. ദീസ് ആർ ദി സം സിറ്റുവേഷൻസ്. ഈ സിറ്റുവേഷൻസിലൊക്കെയാണ് ബാങ്കർക്ക് എന്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരിക? അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരിക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡിസ്ക്ലോഷർ ആസ് എ ബാങ്കിങ് പ്രാക്ടീസ്. ഡിസ്ക്ലോസ് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് പ്രാക്ടീസ് ആണെങ്കിൽ under the following circumstances banker may disclose the relevant information about the customer as a part of banking practice. ചില സിറ്റുവേഷൻസിൽ ബാങ്കിങ്ങിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നതിന് പോലെയുള്ള ചില ബാങ്കിങ് പ്രാക്ടീസിൻ്റെ ഫലത്തിലും ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവിടുത്തെ അത്തരം സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഫസ്റ്റ് വൺ, വേർ ദ കൺസെൻറ്റ് ഓഫ് ദ കസ്റ്റമർ ഈസ് ഒബ്റ്റെയിൻ. കസ്റ്റമറുടെ കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാവുന്നതാണ്. അതാണ് ബാങ്കിങ് പ്രാക്ടീസിൽ ഒരു എക്സാമ്പിൾ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് വേർ ബാങ്കേഴ്സ് ഓൺ ഇൻട്രസ്റ്റ് റിക്വയർ. ബാങ്കേഴ്സിൻ്റെ തന്നെ താല്പര്യപ്രകാരം. പിന്നെ ബാങ്കേഴ്സ് റെഫറൻസ് ബാങ്കിൻ്റെ റെഫറൻസ് പ്രകാരം. അപ്പോൾ 3 പോയിൻറ്റ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വേർ ദ കൺസെൻറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഈസ് ഒബ്റ്റെയിൻഡ്. Second point is where the consent of the customer is obtained. Second point is where bankers on interest require. Then third point bankers references. ഇനി എന്താണ് ഒരു ബാങ്കിങ് പ്രാക്ടീസ് മൂലം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബാങ്കർ ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വേർ ദ കൺസെൻറ്റ് ഓഫ് കസ്റ്റമർ ഈസ് ഒബ്റ്റെയിൻഡ്. കസ്റ്റമറുടെ കൺസെൻറ്റ് കിട്ടിയിട്ടുള്ള പക്ഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. ദ ബാങ്കർ ഈസ് ജസ്റ്റിഫൈഡ് ഇൻ ഡിസ്ക്ലോസിങ് എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഹിസ് അക്കൗണ്ട് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമറുടെ സമ്മതപ്രകാരം. ദ കൺസെൻറ്റ് ഓഫ് ദ കസ്റ്റമർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ചിലപ്പോൾ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള കൺസെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള കൺസെൻ്റ് ആയിരിക്കാം. എക്സ്പ്രസ് കൺസെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദ കേസ് ഓഫ് കസ്റ്റമർ ഡയറക്റ്റ് ദ ബാങ്കർ ഇൻ റൈറ്റിംഗ് ടു ഇൻറ്റിമേറ്റ് ദ ബാലൻസ് ഓഫ് ഹിസ് അക്കൗണ്ട് ഓർ എനി അതർ ഇൻഫർമേഷൻ ടു ഹിസ് ഏജൻറ്റ്, എംപ്ലോയി ഓർ കൺസൾട്ടേഷൻ. അവിടെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് എഴുതി കൊടുത്തിട്ടുള്ള പ്രകാരം അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒരു ഏജൻറ്റിനെയോ ഒരു എംപ്ലോയിയെയോ ഒരു കൺസൾട്ടൻറ്റിനെയോ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളോടോ അത്തരത്തിലുള്ള ആളുകളോട് ബാങ്കർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഡിസ്ക്ലോസർ ആസ് എ ബാങ്കിങ് പ്രാക്ടീസ്. ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് പ്രാക്ടീസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്ലോഷർ ആസ് എ ബാങ്കിങ് പ്രാക്ടീസ്. അവിടെ the banker is justified in disclosing any information relating to his account with the consent of the customer. The consent of the customer may be express or implied. അത് എക്സ്പ്രസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കാം. എക്സ്പ്രസ് കൺസെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദ കേസ് ദ കസ്റ്റമർ ഡയറക്റ്റ് ദ ബാങ്കർ ഇൻ റൈറ്റിംഗ് ടു ഇൻറ്റിമേറ്റ് ദ ബാലൻസ് ഓഫ് ഹിസ് അക്കൗണ്ട് or any other information to his agent, employee or consultant. Then in certain circumstances the consent is implied. ചിലപ്പോൾ ആദ്യത്തെ കേസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ അഗ്രിമെൻ്റ് ആണ്. റിട്ടേൺ അഗ്രിമെൻറ്റിൽ എന്ത് പറഞ്ഞിരിക്കാം? കസ്റ്റമർ ആവശ്യപ്പെടുന്ന പക്ഷം കസ്റ്റമറുടെ ഏജൻറ്റിനോ അതുമല്ലെങ്കിൽ കൺസൾട്ടൻറ്റിനോ അതുമല്ലെങ്കിൽ കസ്റ്റമറുടെ എംപ്ലോയിക്കോ വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അത് റിട്ടേൺ ഇത് പ്രകാരം ബാങ്കർക്ക് കസ്റ്റമർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ഷം ബാങ്കർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് റിവീൽ ചെയ്യാവുന്നതാണ്.
ദെൻ അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, എക്സ്പ്രസ്ഡ് എന്ന് പറയുന്ന ടേമിലാണ് നമ്മൾ പറയുക. രണ്ടാമെന്ന് പറയുന്നത് ഇംപ്ലൈഡ് എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംപ്ലൈഡ് എന്ന് പറയുന്ന ടേമിൽ ഇൻ എ സർട്ടൻ സർക്കംസ്റ്റാൻസസ് ദ കൺസെൻറ്റ് ഈസ് ഇംപ്ലൈഡ്, ചിലപ്പോൾ അത് ഇംപ്ലൈഡ് ആയിട്ട് വരാം. വേർ ദ കസ്റ്റമർ ഈസ് ഫർണിഷേഴ്സ് ദ ബാങ്കേഴ്സ് name to third person for a reference or where the customer take place from banker on the basis of bank's guarantee given. പലപ്പോഴും ബാങ്കർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് പറയാറുണ്ട്, ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് ചില വ്യക്തികളോട് പറയാറുണ്ട്. അതായത് ഗ്യാരണ്ടർ, ഇയാളുടെ അക്കൗണ്ടിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളുകളോടോ. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ദ കസ്റ്റമർ ഹാസ് ഓതറൈസ്ഡ് ദ ബാങ്ക് ടു ഫർണിഷ് ദ നെസസറി ഇൻഫർമേഷൻ ടു സച്ച് എ തേർഡ് പാർട്ടി ഓൺ ഹിസ് റിക്വസ്റ്റ്. അതായത് പലപ്പോഴും പല കാരണങ്ങളിലും അയാൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളോട് പറയാം, എഴുതി ചേർത്തിട്ടുള്ള വ്യക്തികളോട് വേണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് പറയാം. പിന്നെ അതിലെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് where bankers own interest require, the banker may disclose the position of his customer's account in order to legally protect his own interest. For example, if the banker has to recover dues from the particular customer, the bank can disclose the financial position of the customer to the guarantor or the solicitor. അവിടെ പറയുന്നത് വേർ ബാങ്കേഴ്സ് ഓൺ ഇൻട്രസ്റ്റ് റിക്വയർ, ബാങ്കിൻ്റെ സ്വയം താല്പര്യപ്രകാരം ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് റിവീൽ ചെയ്യാം. അവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്നത് ദ ബാങ്കർ മേ ഡിസ്ക്ലോസ് ദ പൊസിഷൻ ഓഫ് ഹിസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു ലീഗലി പ്രൊട്ടക്ട് ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. അയാളുടെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതങ്ങനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ബാങ്കർ ഹാസ് ടു റിക്കവർ ഡ്യൂസ് ഫ്രം എ പർട്ടിക്കുലർ കസ്റ്റമർ, ബാങ്കർക്ക് അത്തരത്തിലുള്ള കസ്റ്റമറിൽ നിന്ന് ഏതെങ്കിലും ഡ്യൂസ് റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ ദ ബാങ്ക് ക്യാൻ ഡിസ്ക്ലോസ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കസ്റ്റമർ ടു ദ ഗ്യാരണ്ടർ ഓർ എ സോളിസിറ്റർ. അത് അതിൻ്റെ സോളിസിറ്റർക്കോ അല്ലെങ്കിൽ ഗ്യാരണ്ടറോടോ ചിലപ്പോൾ എന്ത് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പിന്നെ തേർഡ് പോയിൻ്റ് ബാങ്കേഴ്സ് റെഫറൻസ്. ബാങ്കേഴ്സ് റെഫറൻസിൽ നമ്മൾ ദർ ഇസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് എമംഗ് the bankers to make enquiries about the customers from other banks. It is justified on the grounds that an implied consent of the customer is presumed to exist. അവിടെ പറയുന്ന പോയിന്റ് ഇതാ, ബാങ്കേഴ്സ് റെഫറൻസ്. ദർ ഇസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് എമംഗ് ദ ബാങ്കേഴ്സ് ടു മേക്ക് എൻക്വയറീസ്. അവിടെ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് എമംഗ് ദ ബാങ്കേഴ്സ് ടു മേക്ക് എൻക്വയറീസ് അബൌട്ട് ദ കസ്റ്റമേഴ്സ് ഫ്രം അതർ ബാങ്ക്സ്. മറ്റേതെങ്കിലും ബാങ്കുകളിൽ നിന്ന് ഈ കസ്റ്റമറുടെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്ന പക്ഷം ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ഈസ് ആൻ ഇംപ്ലൈഡ് കൺസെൻറ്റ് ഓഫ് ദ കസ്റ്റമർ ഈസ് പ്രിസ്യൂംഡ് ടു എക്സിസ്റ്റ്. അത്തരം സിറ്റുവേഷനിലും എന്ത് ചെയ്യാവുന്നതാണ്, ബാങ്കർക്ക് അദ്ദേഹത്തിൻ്റെ ഇത് റിവീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 പോയിൻ്റാണ് അവിടെ പറയുന്നത്. ബാങ്കിങ് പ്രാക്ടീസ് പ്രകാരം 3 തരത്തിൽ ബാങ്കർക്ക് അക്കൗണ്ട് സീക്രസി എന്ത് ചെയ്യാവുന്നതാണ്, ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, വേർ ദ കൺസെൻറ്റ് ഓഫ് കസ്റ്റമർ ഈസ് ഒബ്റ്റെയിൻഡ്, കസ്റ്റമറുടെ കൺസെൻറ്റ് കിട്ടിയിട്ടുള്ള പക്ഷം. ദെൻ രണ്ടാമത് വരുന്നത് വേർ ദ ബാങ്കേഴ്സ് ഓൺ ഇൻട്രസ്റ്റ് റിക്വയർ, ദ ബാങ്കേഴ്സ് ഓൺ ഇൻട്രസ്റ്റ് റിക്വയർ. പിന്നെ തേർഡ് പോയിൻ്റ് ബാങ്കേഴ്സ് റെഫറൻസ്, മറ്റ് ബാങ്കുകളുടെ റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. ഇനി തേർഡ് പോയിൻ്റ്, അപ്പോൾ 3 പോയിൻ്റ്. ഒന്ന് ലീഗൽ നെസസിറ്റി, അക്കൗണ്ട് ഡിസ്ക്ലോഷർ ഈസ് എ ലീഗൽ നെസസിറ്റി, നിയമപരമായിട്ട് വരുന്ന പക്ഷം റിവീൽ ചെയ്യാവുന്നതാണ്. അതാണ് ഡിസ്ക്ലോഷർ റിലേറ്റിംഗ് ടു ലീഗൽ നെസസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡിസ്ക്ലോഷർ റിലേറ്റിംഗ് ടു ബാങ്കിങ് പ്രാക്ടീസ് പ്രകാരം. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റിൽ ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, ഒരു പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നമ്മൾ പറയുന്നത്. ദെൻ അപ്പോൾ ഇനി അതിൽ തേർഡ് പോയിൻ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. Disclosure in public interest, the Banking Commission 1972 recommended a statutory provision clarifying the circumstances when the bank should disclose information in public interest. According to it, the bank should give information regarding the financial position of their customers in public interest in the following cases. ചില സിറ്റുവേഷൻസിൽ പൊതുതാൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് അത്തരത്തിൽ ചില കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പോൾ ദ ബാങ്കിങ് കമ്മീഷൻ 1972 റെക്കമെൻഡഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ
ക്ലാരിഫയിങ് എന്താ പറയണേ, ദ സർക്കംസ്റ്റാൻസസ് വെൻ ദ ബാങ്ക് ഷുഡ് ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പലപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അക്കോർഡിംഗ് ടു ഇറ്റ് ദ ബാങ്ക് ഷുഡ് ഗീവ് ഇൻഫർമേഷൻ, ബാങ്ക് മതിയായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു ഇറ്റ് ദ ബാങ്ക് ഷുഡ് ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് the financial position of their customers, regarding financial position of the customers in public interest in the following circumstances. അതിൽ ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. വെൻ എ ബാങ്ക് ഈസ് ആസ്ക്ഡ് ഫോർ ഇൻഫർമേഷൻ ബൈ എ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കൺസേണിംഗ് crime and the bank has reasonable cause to believe that a crime has been committed and the information available with the bank may lead to apprehension of the culprit എന്ന് പറയാം. അതായത് വെൻ എ ബാങ്ക് ഈസ് ആസ്ക്ഡ് ഫോർ ഇൻഫർമേഷൻ ബൈ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, അതായത് ചില കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ നിർദ്ദേശപ്രകാരം ആ കസ്റ്റമറുടെ ബാങ്ക് ഡീറ്റെയിൽസ് വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും. അവിടെ പറയുന്നതാണ് ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതു താല്പര്യാർത്ഥം ബാങ്കുകൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരാം, ചില കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ എ ബാങ്ക് ഈസ് ആസ്ക്ഡ് ഫോർ ഇൻഫർമേഷൻ ബൈ എ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പക്ഷം അല്ലെങ്കിൽ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന പക്ഷം, വെൻ എ ബാങ്ക് ഈസ് ആസ്ക്ഡ് ഫോർ ഇൻഫർമേഷൻ ബൈ ഗവൺമെൻറ് ഒഫീഷ്യൽ കൺസേണിംഗ് എ ക്രൈം and the bank has responsible cause to believe that a crime has been committed and the information available with the bank may lead to a apprehension of the culprit. Apprehension means fear that something bad. അതായത് കൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ക്രൈം. ഈ ഒരു കുറ്റം ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ആരാണോ അയാളെയാണ് നമ്മൾ എന്ത് പറയുക, കൾപ്രിറ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക അല്ലേ. അവിടെ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൾപ്രിറ്റ്, CULPRIT, കൾപ്രിറ്റ്, കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി അല്ലേ, കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി, അതിനെയാണ് കൾപ്രിറ്റ് എന്ന് പറയുക. ഇവിടെ എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ക്രൈം, ആ ഒരു കുറ്റം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ദ മേ ലീഡ് ടു അപ്രിഹെൻഷൻ ഓഫ് ദ കൾപ്രിറ്റ്, അതായത് അത് അയാൾ തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന അത്തരത്തിലൊരു പേടി. അതിന് അപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഫിയർ ദാറ്റ് ആങ്സൈറ്റി എന്ന് പറയും, ഫിയർ ദാറ്റ് സംതിങ് ബാഡ്, എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ പേടി. കൾപ്രിറ്റ് എന്ന് പറയുമ്പോൾ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി. ഇങ്ങനെയൊക്കെ ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആവശ്യപ്പെടുന്ന പക്ഷം ബാങ്കുകൾക്ക് അതെന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ആ പോയിന്റ് പറയുന്നത് ഡിസ്ക്ലോഷർ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് when the bank considers that the customer is involved in activities prejudicial to the interest of the country. When the bank considers that customer is involved in the activities prejudicial to the interest of the country. അതായത് കസ്റ്റമറുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇത് നാഷണൽ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് റിവീൽ ചെയ്യേണ്ടതായിട്ട് വരും. Where the bank is book reveal that the customer is contravening the provisions of any law. അതായത് ബാങ്ക് ഏതെങ്കിലും നിയമപരമായിട്ട് തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. വെർ സൈസബിൾ ഫണ്ട്സ് ആർ റിസീവ്ഡ് ഫ്രം എ ഫോറിൻ കൺട്രീസ് ബൈ എ കസ്റ്റമർ, മറ്റ് രാജ്യങ്ങളിൽ നിന്നെങ്ങാനും നിയമപരമല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഫണ്ടുകൾ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും. അതാണ് പറയണത്, പൊതു താല്പര്യാർത്ഥം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ. ബാങ്കറിൻ്റെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്? 2 പോയിൻ്റ് ഓർക്കുക. ഒന്ന്, ഒബ്ലിഗേഷൻ ടു ഹോണർ ദ ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിൻ്റ്, ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. മറക്കല്ലേ, ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ദ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. ഓരോ കസ്റ്റമറുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് സീക്രട്ടായിട്ട് സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ സീക്രട്ടായിട്ട് വെക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ചുമതല, അധികാരം എന്നല്ല പറയുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബാങ്കർക്കുണ്ട്. അപ്പോൾ 2 മെയിൻ ഒബ്ലിഗേഷൻസ് ആണുള്ളത്. ഒന്ന്, ഹോണർ ദ ചെക്ക് അല്ലേ, അവിടെ ഒന്ന് ഒബ്ലിഗേഷൻ ടു ഹോണർ ദി ചെക്സ് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷനുണ്ട്. ഈ 2 പോയിൻ്റാണ് നമ്മളിവിടെ സ്പെഷ്യൽ റിലേഷൻഷിപ്പിലെ ഒബ്ലിഗേഷൻ ഓഫ് എ കസ്റ്റമർ എന്ന് പറയുന്നതും ദെൻ അവിടെ റൈറ്റ്സ് ഓഫ് എ ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ, അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് എ ബാങ്കറിലാണ് നമ്മൾ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഒബ്ലിഗേഷൻ ഓഫ് എ
ബാങ്കറിലെ ഏതൊക്കെ 2 ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്? ഒബ്ലിഗേഷൻ ടു ഹോണർ ദ ചെക്സ്. സെക്കൻഡ് പോയിന്റ് എന്താ? ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ദ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് എ കസ്റ്റമർ. ഈ 2 പോയിന്റ്സാണ് നമ്മളിവിടെ പറയുന്നത്. ഒബ്ലിഗേഷൻ ഓഫ് ഹോണർ ദി ചെക്സിൽ 5 പോയിന്റ് പറഞ്ഞു. നമ്മളെന്താ? സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ടായിരിക്കണം, അതേപോലെ ഫണ്ട്സ് ആർ പ്രോപ്പർലി അപ്ലിക്കബിൾ, ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അത് അപ്ലൈ ചെയ്തിരിക്കണം. അതേസമയം തന്നെ ബാങ്കർ ഹാസ് ബീൻ ഡ്യൂലി റിക്വയർഡ് ടു പേ, ബാങ്കർ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിരിക്കണം. അതേപോലെ ചെക്ക് ഹാസ് ബീൻ പ്രസൻറ്റഡ് വിത്ത് എ റീസണബിൾ ടൈം, ശരിയായിട്ടുള്ള സമയത്ത് തന്നെ അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. നോ പ്രൊഹിബിറ്ററി കൺട്രോൾ, ഒരു ഗാർണിഷ് ഓർഡറോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഇല്ലാതെ തന്നെ അതെന്ത് ചെയ്തിരിക്കണം, നിലനിൽക്കുകയാണെങ്കിൽ ബാങ്കർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചെക്കുകൾ ഓണർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാണ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബാങ്കർ ടു ഹോണർ ദി ചെക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്താ? ഒബ്ലിഗേഷൻസ് ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് സീക്രറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ബാങ്കർക്കുണ്ട്. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഹവർ എന്നിരുന്നാലും ചില സിറ്റുവേഷൻസിൽ അതിനുള്ളതില്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സിറ്റുവേഷൻ? അവിടെ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961, അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961, under the Companies Act 1956, under an order of a court order pragaram, under the RBI Act 1934, and under the Banking Regulation Act 1949, and under the Foreign Exchange Act FEMA Act 1973. And the next one is under the Industrial Development Act 1964. Then ഇത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ്. അതിൽ 3 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത്. ഡിസ്ക്ലോഷർ ഓഫ് ആൻ അക്കൗണ്ട് വേർ സച്ച് എ ഡിസ്ക്ലോഷർ ഈസ് എൻ ലീഗൽ നെസസിറ്റി ആയിരിക്കാം. രണ്ടാമത് പറയുന്ന ബാങ്കിങ് പ്രാക്ടീസ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ വേർ സച്ച് ഡിസ്ക്ലോഷർ ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തെ സംരക്ഷിക്കാനായിരിക്കാം. 3 സിറ്റുവേഷൻസിലും ബാങ്കർക്ക് ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലായിട്ടുണ്ട്, അതിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലായിട്ടുണ്ട്. ഇനി ഡിസ്ക്ലോഷർ ഓഫ് എ ബാങ്കിങ് പ്രാക്ടീസ് മൂലം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ഏതൊക്കെ സിറ്റുവേഷനാണ്? വേർ ദ കൺസെൻറ്റ് ഓഫ് കസ്റ്റമർ ഈസ് ഒബ്റ്റെയിൻഡ്, കസ്റ്റമറുടെ കൺസെൻറ്റ് കിട്ടിയിട്ടുള്ള പക്ഷം. വെൻ ദ കൺസെൻറ്റ് ഓഫ് ദ കസ്റ്റമർ ഒബ്റ്റെയിൻഡ്, വേർ ബാങ്ക്സ് ഓൺ ഇൻട്രസ്റ്റ് റിക്വയർ, ബാങ്കിൻ്റെ തന്നെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബാങ്ക്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്കേഴ്സ്. Then next, consequences of wrong disclosure. Liability towards the customer, liability to third party, and 2 points ആണ് consequences of a wrong disclosure. തെറ്റായിട്ടുള്ള രീതിയിൽ എങ്ങാനും ബാങ്കിൻ്റെ സീക്രസി റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കർക്ക് വരുന്ന ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് consequences of wrongful disclosure. The obligation of the banker to keep secrecy of accounts of his customers continues even after the account is closed. The following are the consequences of wrongful disclosure. Then first one is, banker is liable to compensate the customer for any material loss that might have suffered on account or a wrongful disclosure or expression of the extremely unfavorable opinion about him. അവിടെ പറയുന്ന പോയിന്റ്, ബാങ്കർ ഈസ് ലയബിൾ ടു കോമ്പൻസേറ്റ് ദ കസ്റ്റമേഴ്സ് ഫോർ എനി മെറ്റീരിയൽ ലോസ് ദാറ്റ് ഹാവ് മൈറ്റ് ബീൻ സഫേർഡ് ടു ആൻ അക്കൗണ്ട് ആൻഡ് റോങ്ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് എക്സ്പാൻഷൻ ഓഫ് എക്സ്ട്രീംലി അൺഫേവറബിൾ ഒപ്പീനിയൻ അബൌട്ട് ഹിം. കസ്റ്റമറോട് തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തതിൽ കസ്റ്റമറോട് തന്നെ ചിലപ്പോൾ ബാങ്കർ റെസ്പോൺസിബിൾ ആയിരിക്കാം. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന് ലയബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമർ, ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടി. 2 തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബാങ്കർ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് മൂലം, മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൂലം കസ്റ്റമറോടുള്ള ലയബിലിറ്റി എന്താണെന്നും അതേസമയം തേർഡ് പാർട്ടിയോടുള്ള ലയബിലിറ്റി എന്താണെന്നുള്ളതാണ്. കസ്റ്റമറോടുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്, ബാങ്കർ ഈസ് liable to compensate the customer for any material loss that he might have suffered on account of any wrongful disclosure or expression of extremely unfavorable opinion about him. Then next one is liability to third party. Third party ഓടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the banker will be liable to third party for any loss that might have suffered an account wrong information supplied to them. Such a liability will arise only when
ഏതൊക്കെ സിറ്റുവേഷനിലാണ് അങ്ങനെ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ ബാങ്കർ ഇൻറ്റൻഷ്യലി ഫർണിഷേഴ്സ് റോങ് ഇൻഫർമേഷൻ. ബാങ്ക് ഇൻറ്റൻഷ്യലി തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് പറയുന്നത് ദ തേർഡ് പാർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഫർമേഷൻ ആൻഡ് സഫർ ലോസ്. നെക്സ്റ്റ് കൺക്ലൂഷനാണ്, ഇന്നത്തെ ടോപ്പിക്കിൻ്റെ കൺക്ലൂഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൺക്ലൂഷനിൽ നമുക്ക് എന്താ പറയാനുള്ളത്? ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ് ചെക്കുകളെ കുറിച്ച്, അതായത് ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പിലെ ജനറൽ റിലേഷൻഷിപ്പുണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ റിലേഷൻഷിപ്പുണ്ട്. ജനറൽ റിലേഷൻഷിപ്പ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പിലെ 2 റിലേഷൻഷിപ്പാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ ആൻഡ് റൈറ്റ് ഓഫ് എ ബാങ്കർ. അതിൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒബ്ലിഗേഷൻ ഓഫ് എ ബാങ്കർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ഒബ്ലിഗേഷൻ 2 തരത്തിലാവാം. ഒന്ന് ചെക്ക് ഓണർ ചെയ്ത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്, അതേസമയം തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻസുമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കോൺസിക്വൻസസ് ഓഫ് റോങ്ഫുൾ ഡിസ്ക്ലോഷർ. തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലയബിലിറ്റി, അതായത് കസ്റ്റമറോടുള്ള ലയബിലിറ്റിയും അതേസമയം തന്നെ തേർഡ് പാർട്ടിയോടുള്ള ലയബിലിറ്റി എന്തായിരിക്കും, അത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും വരെ റൈറ്റ്സ് ഓഫ് ബാങ്കർ വരെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്ററാക്ഷൻ പീരീഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.